അവർ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും നേരം വെളുത്തു വന്നിരുന്നു. കുഞ്ഞപ്പോഴേക്കും തളർന്നു കിടന്ന് മയങ്ങിപ്പോയിരുന്നു. ഓ, കുഞ്ഞിനെ നമ്മുടെ വീട്ടിൽ തന്നിട്ട് നിന്റെ ഭാര്യയും വീട്ടുകാരും സുഖമായി ഉറങ്ങുകയാണ്. അല്ലെങ്കിൽ അവൾ ഒരു പെണ്ണാണോ? പ്രസവിച്ച് ദിവസങ്ങൾ മാത്രമായ കുഞ്ഞിനെ ഒരു സങ്കടവും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നിട്ട് അവൾ ഇവിടെ വന്ന് സുഖമായി കിടന്നുറങ്ങുന്നു. ഇതാണല്ലേ ന്യൂജൻ അമ്മ? പ്രിയദർശൻ പരിഹാസത്തോടെ പറഞ്ഞു. മഹി അച്ഛനെ ഒന്ന് നോക്കിയ ശേഷം പെട്ടെന്ന് തന്നെ കോളിംഗ് ബെൽ അടിച്ചു. ഗോപാലകൃഷ്ണനാണ് ഡോറ് തുറന്നത്. കുഞ്ഞിനെ കണ്ടതും അയാളുടെ മുഖത്ത് സന്തോഷം വിരിഞ്ഞു. കണ്ണു നിറച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ കുഞ്ഞിനെ മഹിയിൽ നിന്ന് ഏറ്റുവാങ്ങി. അത്രയും സമയം മഹിയുടെ ചൂട് പറ്റിക്കിടന്നിരുന്ന കുഞ്ഞ് പെട്ടെന്ന് കൈമാറി എടുത്തപ്പോൾ ഒന്ന് ചിണുങ്ങിക്കൊണ്ട് മുത്തച്ഛന്റെ ശരീരത്തിനോട് ഒട്ടിക്കിടന്നു. ഗോപാലകൃഷ്ണനാണെങ്കിൽ നിറഞ്ഞ സന്തോഷത്തോടെ ആ കുഞ്ഞിന്റെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. നിറഞ്ഞ സന്തോഷത്തോടെ മഹാദേവനെയും പ്രിയദർശനെയും നോക്കി. ഞങ്ങൾക്ക് കുഞ്ഞിനെ നോക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ ഒരു പെറ്റമ്മയുടെ വിഷമം നമ്മൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടാണ് രാത്രി തന്നെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാൻ ഞാൻ എന്റെ മകനോട് പറഞ്ഞത്. പെറ്റമ്മയെ സങ്കടപ്പെടുത്താൻ പാടില്ലല്ലോ. ചമ്മൽ മറച്ചു പിടിച്ചുകൊണ്ട് പ്രിയദർശൻ പറഞ്ഞു. പ്രിയദർശന്റെ വാക്കുകൾ കേട്ട് അല്പം ഞെട്ടലോടെ മഹാദേവൻ പ്രിയനെ നോക്കി. അപ്പോൾ അല്പം ചമ്മലോടെ പ്രിയൻ മഹിയെ നോക്കി ഒരു കണ്ണിറുക്കി കാണിച്ചു. വന്ന കാലിൽ നിൽക്കാതെ അകത്ത് കയറിയിരിക്കാം എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. എവിടെ? എല്ലാവരും ഉറക്കമാണോ? കാന്തി എവിടെ? കുഞ്ഞില്ലാത്തതുകൊണ്ട് സുഖമായി കിടന്നുറങ്ങുമായിരിക്കും അല്ലേ? നല്ല അമ്മ, പ്രിയദർശൻ അല്പം പരിഹാസത്തോടെ പറഞ്ഞു. അയ്യോ, എന്റെ മോൾ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. പെട്ടെന്നുള്ള വാശി കുഞ്ഞിനെ അവിടെ തന്നു പോന്നെങ്കിലും ഇവിടെ വന്നതിന് ശേഷം കരച്ചു തന്നെയായിരുന്നു. ഒരുവിധം സമാധാനിപ്പിച്ചാണ് അവളെ ഇന്നലെ കിടത്തിയത്. ഞാൻ ഏതായാലും അവളെ വിളിച്ചുകൊണ്ട് വരാം. ശോഭേ എന്നും പറഞ്ഞ് അയാൾ ഉള്ളിലേക്ക് നോക്കി ഭാര്യയെ വിളിച്ചു. സ്വീകരണ മുറിയിലേക്ക് വന്ന ശോഭ കുഞ്ഞിനെ കണ്ട് സന്തോഷിച്ചു. ഓടിച്ചെന്ന് അവൾ ഗോപാലകൃഷ്ണനിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. നീ പോയി കാന്തിയെ വിളിക്കേ, അയാൾ സന്തോഷത്തോടെ പറഞ്ഞു. ശോഭ കുഞ്ഞിനെയും വാങ്ങി കാന്തിയുടെ മുറി ലക്ഷ്യമാക്കി ധൃതിയിൽ നടന്നുപോയി. ജീവിതമല്ലേ, മറക്കാനും പൊറുക്കാനും ഒക്കെ കഴിയണം അല്ലേ പ്രൊഫസർ സാറേ? അച്ഛനും അമ്മയും പിരിഞ്ഞു നിന്നാൽ അത് ബാധിക്കുന്നത് കുഞ്ഞിനെയാണ്. നമുക്കാണെങ്കിൽ പെൺകുഞ്ഞാണ്. കാന്തിയെ എപ്പോഴും രണ്ട് കൈനീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പ്രൊഫസർ അത് മോളോടൊന്ന് പറ. അച്ഛനെയും അമ്മയും സ്നേഹം ഒരുമിച്ച് അനുഭവിച്ചു വേണം മക്കൾ വളരാൻ. പ്രിയൻ വളരെ വിനയത്തോടെ ഗോപാലകൃഷ്ണനോട് പറഞ്ഞു. അയ്യോ ഗോപാലേട്ടാ, കാന്തിയെ മുറി കാണുന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ശോഭ സ്വീകരണ മുറിയിലേക്ക് ഓടി വന്നു. കാണുന്നില്ലെന്നോ? അവളെവിടെ പോവാനാ? ബാത്റൂമിൽ എങ്ങനെ പോയി കാണും? നീ ശരിക്കും നോക്കിയോ ശോഭേ? ഗോപാലകൃഷ്ണൻ വെപ്രാളത്തോട് ചോദിച്ചു. ഞാൻ എല്ലായിടത്തും നോക്കി, മോളെ കാണുന്നില്ല, ശോഭ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എന്റെ കുട്ടി. ഇനി കുഞ്ഞിനെ കാണാൻ വേണ്ടി നമ്മളോടൊന്നും പറയാതെ തൃശ്ശൂർക്ക് പോയോ? ഗോപാലകൃഷ്ണൻ സംശയം പറഞ്ഞു. ഇത് കേട്ട മഹാദേവനും പ്രിയദർശനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അപ്പോ തന്നെ അവർ CCTV ക്യാമറ പരിശോധിച്ചു. പാതിരാത്രി 2 മണിയോടെ കാന്തി ബാൽക്കണിയിൽ നിന്നും കരയുന്ന ദൃശ്യമാണ് അതിൽ കാണുന്നത്. പിന്നീട് മുഖംമൂടി അണിഞ്ഞ 2 പേർ വന്ന് കാന്തിയുടെ മുഖത്തെന്തോ തളിക്കുന്നു. അപ്പോ തന്നെ ബോധരഹിതയായി കാന്തി താഴെ വീഴുന്നു. 2 പേരിൽ ഒരുവൻ കാന്തിയെ തോളിലേറ്റി അവിടെ നിന്ന് പോകുന്നു. CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ കണ്ട് എല്ലാവരും ഞെട്ടിവിറച്ചു. മോനെ മഹി, നമ്മുടെ പിള്ളേരോട് ഒരുങ്ങിയിരിക്കാൻ പറ. കാന്തി മോളെ തട്ടിക്കൊണ്ടുപോയ ഏതവനായാലും ഇനി അവൻ അടുത്ത സൂര്യോദയം കാണില്ല. വിറച്ചുകൊണ്ട് പ്രിയൻ മകനോട് പറഞ്ഞു. ആ ദൃശ്യങ്ങൾ കണ്ട മഹാദേവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. അവൻ അപ്പോൾ തന്നെ ഫോണെടുത്ത് പലരെയും വിളിച്ചു. ഗോപാലകൃഷ്ണനാണെങ്കിൽ തളർന്നിരിക്കുകയാണ്. പ്രൊഫസർ ഒന്നുകൊണ്ട് പേടിക്കണ്ട, കാന്തി മോളെ ഒരു പോറെ പോലും ഏൽക്കാതെ നമുക്ക് തിരിച്ചു കിട്ടും. പാമ്പുങ്ങ തറവാട്ടിലെ പ്രിയദർശനാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രിയൻ ഗോപാലകൃഷ്ണന് ആത്മവിശ്വാസം നൽകി. കുഞ്ഞിനെ ദീപ്തിയുടെ കയ്യിൽ ഏൽപ്പിച്ച് മഹാദേവനും പ്രിയനും അവിടെ നിന്നും ഇറങ്ങി. ഒരു 2 നില കെട്ടിടം. അവിടെ വിശാലമായ മുറിയിൽ കിടന്നുറങ്ങുകയാണ് കാന്തി. അവൾ ഉറങ്ങുന്നത് നോക്കി ഇമ വെട്ടാതെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സച്ചിൻ. കാന്തിയുടെയും ദീപ്തിയുടെയും കൂടി ജോലി ചെയ്തിരുന്ന അതേ സച്ചിൻ തന്നെ. കുറച്ചു കഴിഞ്ഞത് കാന്തി ഉറക്കത്തിന്റെ പിടിയിൽ നിന്നും പതുക്കെ കണ്ണുകൾ തുറന്നു. കണ്ണുമിഴിച്ച് അവൾ ആ ആഡംബര മുറി ഒന്ന് നോക്കി. പെട്ടെന്നാണ് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സച്ചിനെ അവൾ കണ്ടത്. എന്തോ ഒരു ഓർമ്മയിൽ അവൾ ചാടി എഴുന്നേറ്റു. സച്ചിൻ, നീ എന്താ ഇവിടെ? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. എന്റെ കാന്തി മോളെ, നിനക്ക് എന്താ പെണ്ണെ? നിന്റെ ഉറക്കം മാറിയില്ലേ? നീ എന്താ ചോദിക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധവുണ്ടോ? ഇത് നിന്റെ വീടാണോ? നീ ശരിക്കും ഒന്ന് നോക്കിയേ. ഇത് നിന്റെ വീടല്ലേ? അല്ല, പിന്നെ ഇത് ആരുടെ വീടാ? ഈ സച്ചിന്റെ വീട്. അവൻ അവളുടെ അടുത്തേക്ക് അവന്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അവൾ പരിഭ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അതാണോ കാര്യം? സിമ്പിൾ, ഞാൻ ചെറുതായിരുന്നു നിന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നതാ, ഒരു ലാഘവത്തോടെ സച്ചിൻ പറഞ്ഞു. സച്ചിന്റെ വാക്കുകൾ കേട്ടതും കാന്തി ചാടി എഴുന്നേറ്റു. എന്താടാ എന്താടാ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം എന്നും പറഞ്ഞ് അവനൊന്ന് നിർത്തി. പിന്നീട് തുടർന്നു. നിന്നെ കല്യാണം കഴിക്കുക, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കുക. നമ്മൾ 2 പേരും നഴ്സുമാരാണല്ലോ. അതുകൊണ്ട് തന്നെ വിദേശത്ത് ജോലി കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. അല്ല അമേരിക്കയിലോ കാനഡയിലോ ഒക്കെ പോയി നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. നീ ഒരുത്തന്റെ കൂടെ കുറച്ചുനാൾ ജീവിച്ചതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. അതൊന്നും സാരമില്ല.
നിന്റെ കുഞ്ഞിനെ നീ അവന് കൊടുത്തിട്ടല്ലേ വന്നത്. അത് വളരെ നന്നായി. ഇനി നമുക്കൊരുമിച്ച് ജീവിക്കാം. നമുക്കും ജനിക്കും ഒരുപാട് കുഞ്ഞുങ്ങൾ. അവനൊരു പരിഹാസത്തോടെ പറഞ്ഞു. നിർത്തടാ, നീ എന്താടാ എന്നെ പറ്റി കരുതിയത്? എന്റെ മഹിയേട്ടനെ, ഞങ്ങളുടെ പൊന്നുമോളെ ഉപേക്ഷിച്ച് ഞാൻ നിന്റെ കൂടെ വരുമെന്നോ? എന്ന പൊന്നുമോനെ, നിനക്ക് തെറ്റിപ്പോയി. ഈ ജന്മത്തിൽ മഹിയേട്ടനെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. അവൾ വർദ്ധിച്ച ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. ഒന്ന് പോടി, നാടക ഡയലോഗ് പറയാതെ. നീ ആ മഹാദേവൻ ഡോക്ടറും തമ്മിൽ എന്നും വഴക്കായിരുന്നു എന്ന് എനിക്കറിയാം. ആ ഡോക്ടറുടെ കുട്ടിയായതുകൊണ്ടല്ലേ നീ പ്രസവിച്ച നിന്റെ കുഞ്ഞിനെ വരെ നീ ഉപേക്ഷിച്ച് നിന്റെ വീട്ടിലേക്ക് വന്നത്? ആര് പറഞ്ഞടാ ഞാൻ എന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്ന്? എന്റെ മോളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ച ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നത്. പിന്നെ എന്റെയും എന്റെ മഹിയേട്ടന്റെയും ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം. നീ വെറുതെ അതിന്റെ ഇടയിൽ കയറി കളിക്കേണ്ട. എന്നെ ഇപ്പൊ എന്റെ വീട്ടിൽ കൊണ്ടാക്കണം. അല്ലെങ്കിൽ പൊന്നുമോനെ, നീ പാഠം പഠിക്കും. നിനക്കറിയില്ല പാമ്പുങ്ങ തറവാട്ടുകാരെ. എന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് എന്റെ മഹിയേട്ട അറിഞ്ഞ പിന്നെ നിനക്ക് തലയുണ്ടാകില്ല. അത്രയ്ക്ക് ഇഷ്ടമാണോ നിനക്ക് മഹാദേവൻ ഡോക്ടറെ? മഹിയേട്ട എന്റെ ജീവനാണ്. ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും പറയുമെന്നല്ലാതെ മഹിയേട്ട ഇല്ലാത്തൊരു ജീവിതത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഈ സമയം മഹിയേട്ടൻ കുഞ്ഞുമായി എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാകും. എന്നെ അങ്ങനെ വിഷമിപ്പിക്കാനൊന്നും എന്റെ മഹിയേട്ടന് കഴിയില്ല. നിനക്ക് ജീവൻ വേണമെങ്കിൽ എന്നെ ഇപ്പൊ തന്നെ എന്റെ വീട്ടിൽ കൊണ്ടു ചെന്നാക്ക. അവൾ ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ നിനക്ക് എന്നോട് താല്പര്യമില്ല അല്ലേ? നിനക്ക് ഇപ്പോഴും മഹാദേവൻ സാറിനോടാണ് ഇഷ്ടം. ശരി ശരി എന്ന് എന്റെ മോള് കാത്തിരുന്നു. ഇപ്പൊ വരും നിന്റെ മഹാദേവൻ എന്നും പറഞ്ഞ് സച്ചിൻ ആ മുറിയുടെ വാതിൽ കൊട്ടിയടച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. സച്ചിൻ, ഓപ്പൺ ദ ഡോർ. സച്ചിൻ, വാതിൽ തുറക്കടാ എന്നും പറഞ്ഞ് അവൾ ശക്തിയായി ഡോറിൽ ഇടിച്ചുകൊണ്ടിരുന്നു. കുറെ സമയം സച്ചിനെ വിളിച്ചിട്ടും അവൻ ഡോറ് തുറന്നില്ല. ഡോർ തുറക്കാൻ പറഞ്ഞ് അവൾ ആ ഡോറിൽ ചാരി ഇരുന്നുകൊണ്ട് ആർത്തു കരഞ്ഞു. കുറെ കരഞ്ഞു കരഞ്ഞ് അവൾ തളർന്നു പോയി. കുറച്ചു കഴിഞ്ഞതും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ അവൾ കേട്ടു. എന്റെ മോള് ഇവിടെ എന്നും പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും കാന്തി ഡോറിൽ തട്ടിക്കൊണ്ട് അലറി കരഞ്ഞു. പെട്ടെന്ന് തന്നെ ആ ഡോറ് തുറന്നു വന്ന് പരിഭ്രാന്തിയോടെ അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടി. അടുത്ത മുറിയിൽ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നതെന്ന് മനസ്സിലാക്കിയ കാന്തി ആ മുറി ലക്ഷ്യമാക്കി ഓടി. ആ മുറിയുടെ ഡോർ തുറന്നതും അവൾ ഞെട്ടിപ്പോയി. തന്റെ കുഞ്ഞുമോള് കരയുന്നതിന്റെ വീഡിയോ പ്ലേ ചെയ്ത് സ്പീക്കർ ഓണാക്കി സച്ചിൻ ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്നു. കാന്തിയെ കണ്ടതും അവൻ അട്ടഹസിച്ച് ചിരിച്ചു. നിന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് വന്നതാണോ? കണ്ടില്ലേ സൂര്യകാന്തി പെണ്ണെ, നിന്റെ കൊച്ചു കിടന്ന് കരയാ. വിശന്നിട്ടാണെന്ന് തോന്നുന്നു. ഡോക്ടർ സാറ് പാലിന് പകരം പല പൊടികളും കലക്കി കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ നിങ്ങളുടെ കുഞ്ഞു കുടിക്കുന്നില്ല. എന്നാൽ മറ്റു സ്ത്രീകൾ കുഞ്ഞിന് മുലയിട്ടുന്നത് മായ്ക്ക് ഇഷ്ടമല്ല. എന്താല്ലേ, ഏതായാലും ഡോക്ടർക്ക് നിന്നോട് സ്നേഹമുണ്ട്. പക്ഷെ വിധിയില്ല. നീ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീല് കണ്ടിട്ടില്ലേ? ഒന്നിച്ചാ നല്ലതാവും എന്നതിനെ ഒന്നും ദൈവം ചേർത്ത് വെച്ചിട്ടില്ല. വിവാഹം കഴിഞ്ഞപ്പോ മുതൽ ഈ നഴ്സും ഡോക്ടറും എന്നും വഴക്കായിരുന്നല്ലോ. അതിനിടെ ചക്ക വീണ് മുയലി ചത്തതുപോലെ എങ്ങനെയൊക്കെ ഒരു കുഞ്ഞുണ്ടായി. ശരിയല്ലേ? അപ്പൊ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമല്ല അല്ലേ? കാന്തിമോൾ പേടിക്കേണ്ട കേട്ടോ. മോൾക്കെന്നും ഞാനുണ്ടാവും. ഏതായാലും ഈ കുഞ്ഞിനെ അവന് കൊടുത്തു പോകുന്നത് നന്നായി. ഇനി നമ്മുടെ ഇടയിൽ വേറെ ആരുമില്ല എന്നും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് പതുക്കെ നടന്നുകൊണ്ടിരുന്നു. അവൻ അടുത്തു വരുന്തോറും കാന്തിയുടെ പേടി കൂടിക്കൂടി വന്നു. പ്ലീസ് അച്ചി, എന്നെ ഒന്നും ചെയ്യരുത്. നിന്നൊരു ഫ്രണ്ടായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നെ ജീവിക്കാൻ അനുവദിക്കണം. പ്ലീസ് എന്നെ പോകാൻ അനുവദിക്കും. എനിക്ക് എന്റെ മഹിയേട്ടനും കുഞ്ഞു മതി എന്നൊക്കെ പറഞ്ഞ് അവൾ ഇരു കൈകളും കൂപ്പി അവനെ തൊഴുതു. ഛേ, എന്താ കാന്തിമോളെ ഇത്? ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നുമല്ല ഇവിടേക്ക് കൊണ്ടുവന്നത്. മറിച്ച് സ്നേഹിക്കാനാ. എന്റെ മനസ്സും ശരീരവും നിനക്കായി തന്നുകൊണ്ട് ഞാൻ എന്റെ സ്നേഹം പ്രകടിപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചേർന്നു നിന്നു. അവളാണെങ്കിൽ ഭയത്താൽ കണ്ണുകൾ അടച്ചു നിന്നു. എന്തിനാ കാന്തി നീ പേടിക്കുന്നത്? ഞാനും ഒരു നഴ്സല്ലേ. നിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ എനിക്കറിയാം. സിസേറിയൻ കഴിഞ്ഞിട്ട് അധികം ദിവസമാകാത്ത നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നിന്റെ മുറിവുകളൊക്കെ മാറി നീ ആരോഗ്യവതിയായതിനു ശേഷം നമുക്ക് ഒന്നായാൽ മതി. നിർത്തടാ, നീ എന്താടാ എന്നെ പറ്റി കരുതിയത്? ദേ നോക്ക്, മര്യാദയ്ക്ക് എന്നെ ഇവിടെ നിന്ന് എന്റെ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചോ, അല്ലെങ്കിൽ പൊന്നു മോനെ നിനക്കുള്ള പണി വഴിയേ വരും. അവൾ അല്പം ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു. പണി വരും പോലും. അവളുടെ വാക്കുകൾ കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. എടി മണ്ടി, ഇത്രയും നാൾ ഞാൻ നിങ്ങളെയാണ് പണിതത്. ആ പണിയുടെ കഥ നിനക്ക് കേൾക്കണ്ടേ? അതെ, നീ കുടിച്ച ഷേക്ക് വിഷം കലർത്തിയത് നിന്റെ ഏട്ടത്തിയായ മഞ്ജുവാണ്. പക്ഷെ മഞ്ജുവിനെ അതിനെ പ്രേരിപ്പിച്ചതും വിഷം അവൾക്ക് കൊണ്ടു കൊടുത്തതും ഈ ഞാനാണ്. എന്റെ കാന്തിമോളെ കൊല്ലാൻ എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. നിന്റെ വയറ്റിൽ കിടക്കുന്ന ഡോക്ടറുടെ കുഞ്ഞു മരിക്കണം എന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ കുഞ്ഞു മരിച്ചില്ല, നീയും മരിച്ചില്ല. സാരമില്ല, ഏതായാലും നീ കുഞ്ഞിനെ ഉപേക്ഷിച്ചല്ലോ. ഇനിയിപ്പോ ആ കുഞ്ഞ് ജീവിച്ചാലെന്ത് മരിച്ചാലെന്ത്, എനിക്ക് നിന്നെ സ്വന്തമായി കിട്ടിയല്ലോ, അത് മതി എന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ ക്രൂരമായി ചിരിച്ചു. എടാ പട്ടി, നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയോ അല്ലേടാ? ഞാൻ നിന്നെ കൊല്ലുമെടാ എന്നും പറഞ്ഞ് അവൾ അവന്റെ ഷർട്ടിന്റെ കോളർ അമർത്തി പിടിച്ചു. ദേഷ്യം കൊണ്ട് വിറച്ച സച്ചിൻ കാന്തിയുടെ കവളിൽ ആഞ്ഞടിച്ചു. അടിയുടെ ആഘാതത്തിൽ അവൾ കറങ്ങി കറങ്ങി ബെഡിലേക്ക് വീണു. അപ്പോൾ തന്നെ കാന്തിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു. അവിടെ കിടക്ക് പൊന്നുമോളെ കാന്തി, എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ ചിന്തിക്കുക പോലും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവൻ ആ മുറി വിട്ടു പോയി. മണിക്കൂറുകളോളം ബോധരഹിതയായി അവൾ ആ ബെഡിൽ കിടന്നു. കുറച്ചു കഴിഞ്ഞതും പതിയെ അവൾക്ക് അവളുടെ ഓർമ്മ തിരിച്ചു കിട്ടി. ഓർമ്മ തെളിഞ്ഞതും അവൾ പതുക്കെ എണീറ്റിരുന്നു.
സച്ചിന്റെ ഒറ്റ അടിയിൽ അവളുടെ മുഖം ചുമന്നിരുന്നു. അവന്റെ 5 വിരലുകളും അവളുടെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. മുഖത്തൽപ്പം നീരും വന്നിരുന്നു. ചെവിക്കും കവളിനും അവൾക്ക് നല്ല വേദന അനുഭവപ്പെട്ടു. എങ്ങനെയൊക്കെയോ അവൾ എണീറ്റ് നിന്നു. അപ്പോഴാണ് റൂമിന്റെ ഡോറ് തുറക്കുന്ന ശബ്ദം അവൾ ശ്രദ്ധിച്ചത്. സച്ചിൻ ആവുമെന്ന് കരുതി അവൾ പേടിയോടെ നിന്നു. പക്ഷെ ഡോറ് തുറന്നു വന്നത് മറ്റൊരു സ്ത്രീയായിരുന്നു. കണ്ടാൽ ഒരു 50 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ. അവളെ കണ്ടതും ആ സ്ത്രീ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. മോൾ എണീറ്റു? പോയി ഒന്ന് കുളിച്ച്, സിസേറിയൻ കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല എന്ന് സച്ചിൻ സാർ പറഞ്ഞിരുന്നു. പോയി കുളിച്ചു വാ, എന്നിട്ട് ആഹാരം കഴിക്കാം. മോൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല എന്ന സച്ചിൻ സാറിന് നിർബന്ധമാണ്. ആ സ്ത്രീ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ അവൾ അവിടത്തെ ജോലിക്കാരിയാണെന്ന് കാന്തിക്ക് മനസ്സിലായി. അയ്യോ, ഞാൻ എന്റെ പേര് പറഞ്ഞില്ലല്ലോ. മോള് ചോദിച്ചുമില്ല. എന്റെ പേര് നളിനി. മോൾക്ക് ഇവിടെ എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞു. മോളെ പൊന്നുപോലെ നോക്കണമെന്ന സച്ചിൻ സാറ് പറഞ്ഞത്. എന്ത് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പറയണം. അതൊക്കെ ഈ നളിനി ചേച്ചി ഉണ്ടാക്കി തരും എന്നൊക്കെ കാന്തിയെ നോക്കി പറഞ്ഞ ശേഷം ആ സ്ത്രീ അടുക്കളയിലേക്ക് പോയി. സച്ചിന്റെ കയ്യിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ചിന്തയിൽ അവൾ വേദനയോടെ ആ ബെഡിലിരുന്നു. സമയം കുറെ കടന്നുപോയി. സച്ചിൻ ആ വീട്ടിൽ അപ്പോൾ ഇല്ല എന്ന് അവൾക്ക് മനസ്സിലായി. നളിനിയുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെയെങ്കിലും പുറത്തു കടക്കണമെന്ന ചിന്തയിൽ അവൾ പതുക്കെ ആ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് വലിയൊരു ഹാളിലേക്കാണ്. ആ ഹാളിൽ നിന്നും കുറച്ചു ദൂരം മുന്നോട്ട് നടന്നത് നേരെ അടുക്കളയിൽ ചെന്നെത്തി. നളിനിയാണെങ്കിൽ ആ സമയം തിരക്കേറിയ ജോലിയിലായിരുന്നു. കാന്തിയെ അടുക്കളയിൽ കണ്ടതും ആ സ്ത്രീ അവളെ നോക്കി പുഞ്ചിരിച്ചു. ആ, മോളുടെ പിണക്കൊക്കെ മാറിയല്ലേ? മാറണം മോളെ. എന്ന് സാറുമായി പിണങ്ങി കഴിയാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പെണ്ണുങ്ങൾ അല്പം ക്ഷമിക്കണം. മോള് സച്ചിൻ സാറുമായി സ്നേഹത്തിൽ കഴിയാൻ ശ്രമിക്കും. സാറ് മോളെ പൊന്നുപോലെ നോക്കും. ഏതായാലും മോളെ അടുക്കളയിലേക്കൊക്കെ വന്നല്ലോ, സമാധാനമായി. പ്രണയിക്കുന്നവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കൂടണം. പക്ഷെ ആ വഴക്ക് അധികം നാൾ നീണ്ടുപോകാൻ പാടില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീ അടുക്കളയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ സ്ത്രീക്ക് സത്യമൊന്നും അറിയില്ല. ഞാൻ സച്ചിന്റെ പ്രണയിനിയാണ് എന്നാണ് ഈ സ്ത്രീ വിശ്വസിച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇവരുടെ കണ്ണു വെട്ടിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് കാന്തി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ അവൾ നളിനിയുടെ ഫോൺ നളിനി കാണാതെ അടിച്ചു മാറ്റി. നളിനി ബാത്റൂമിൽ പോയ സമയം നോക്കി കാന്തി മഹാദേവന് ഫോൺ ചെയ്തു. കാന്തിയുടെ വാക്കുകൾ കേട്ടതും മഹാദേവന്റെ ഉള്ളിലെ ചെകുത്താൻ ഉണർന്നു. നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നിനക്ക് ഞാനുണ്ട് എന്ന് അവൻ അവൾക്ക് വാക്കു കൊടുത്തു. കൂടെ ചില നിർദ്ദേശങ്ങളും. ശേഷം അവൾ കോള് കട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ വിളിച്ച കോള് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ആ ഫോൺ പഴയ സ്ഥാനത്ത് കൊണ്ടുവച്ചു. നിമിഷ നേരം കൊണ്ട് തന്നെ ആ വീടിന് ചുറ്റും മഹാദേവന്റെ ഗാർഡ്സ് നിറഞ്ഞു. നളിനിയെ കെട്ടിയിട്ട ശേഷം മഹാദേവൻ കാന്തിയുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. മഹേട്ട, അവന് വെറുതെ വിടരുത്. എന്നെയും നമ്മുടെ പൊന്നുമോളെയും കൊല്ലാൻ ശ്രമിച്ചത് അവനാണ്. ഉണ്ടായ സംഭവങ്ങളൊക്കെ ഒരു കരച്ചിലോടെ അവൾ മഹാദേവനോട് പറഞ്ഞു. അവൾ പറയുന്നതെല്ലാം ഒരു ചെറുപുഞ്ചിരിയോടെ അവൻ കേട്ടിരുന്നു. എന്റെ കാന്തി, പൊന്നുമോളെ, നിനക്ക് നമ്മുടെ മോൾക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ പ്രസവം കുറച്ചു ദിവസം മുമ്പായി എന്ന് മാത്രം. അത് മാത്രമല്ല, നിന്നെ തട്ടിക്കൊണ്ടു പോയ ശേഷം അവൻ നിന്നെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ അവനെ ഉപദ്രവിക്കുന്നത്? വിട്ടുകള മോളെ. ഞാനേ ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. എന്റെ പഴയ ചട്ടമ്പിത്തര സ്വഭാവമൊക്കെ മാറ്റി നല്ല കുട്ടിയായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ. ആ എന്നെ കൊണ്ട് അവനെതിരെ തിരിക്കല്ലേ മോളെ. അവന് കൊടുക്കേണ്ടത് ദൈവം കൊടുത്തോളും എന്നൊക്കെ ഒരു കണ്ണടച്ച് കാണിച്ചിട്ട് അവൻ ചെറുപുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു. നിങ്ങൾ ഒരു മനുഷ്യനാണോ? സ്വന്തം ഭാര്യയും മകളെ കൊല്ലാൻ നോക്കിയവനോട് നിങ്ങൾക്ക് ഒരു വിരോധവുമില്ല അല്ലേ? അതുപോലെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി മറ്റൊരിടത്ത് പാർപ്പിച്ചവനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണോ? അവനുള്ള ശിക്ഷ ദൈവം കൊടുക്കും പോലും. നിങ്ങൾ എന്താ പള്ളിയിലച്ഛനാവാനാണോ പ്ലാൻ? എന്നു മുതലാണ് മഹാദേവൻ എല്ലാം ക്ഷമിക്കാൻ തുടങ്ങിയത്? അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ക്ഷമിക്കുന്നവന് സമാധാനം എന്നല്ലേ മോളെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് സച്ചിനോട് ക്ഷമിക്കാം. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ബലം ചെയ്യും എന്നാണ് ഏതോ ഒരു സിനിമാ നടൻ പറഞ്ഞിരിക്കുന്നത്. ഏത് സിനിമയിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നിനക്ക് ഓർമ്മയുണ്ടോ കാന്തി? അവനൊരു തമാശ രൂപേണയാണ് അവളോട് പറഞ്ഞത്. നിങ്ങൾ എന്താ എന്നെ പരിഹസിക്കുകയാണോ? അവൾ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നീട് അവൾ ഒന്നും മിണ്ടിയില്ല. അവർ നേരെ പോയത് അക്ഷരമെന്ന് അവളുടെ വീട്ടിലേക്കാണ്. കുഞ്ഞിനെ തന്റെ കയ്യിൽ കിട്ടിയതും അവൾ ആ കുഞ്ഞിനെ വാരിപ്പുണർന്നു. ശേഷം മതിയാവോളം കുഞ്ഞിന് പാല് നൽകി. വീട്ടിലുള്ളവരെല്ലാം കാന്തിയുടെ സന്തോഷം കണ്ട് കണ്ണു നിറച്ചു. രാത്രി ഏറെ വൈകിയപ്പോൾ മഹാദേവൻ അവളുടെ മുറിയിൽ കിടക്കാൻ വന്നു. നിങ്ങൾ എവിടേക്ക് തള്ളിക്കയറി വരണത്? അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. ഉറങ്ങാൻ. ഇത്രയും സമയം നിന്റെ അച്ഛനും ആകാശുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. അവർ കിടക്കാൻ പോയി. അപ്പൊ എനിക്ക് ഉറങ്ങണ്ടേ? അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൻ വളരെ നിഷ്കളങ്കമായി തന്നെ പറഞ്ഞു. മതി നിങ്ങളുടെ അഭിനയം. സ്വന്തം ഭാര്യയോടും കുഞ്ഞിനോടും കൊടും ക്രൂരത ചെയ്തവനോട് ക്ഷമിച്ചവനല്ലേ നിങ്ങൾ? പോയാ സച്ചിനെ കെട്ടിപ്പിടിച്ചു കിടന്നോ, അല്ലാതെ ഈ മുറി കിടക്കണ്ട. ഇറങ്ങിപ്പോ മഹിയേട്ടാ എന്നും പറഞ്ഞ് അവൾ അവനെ തള്ളാൻ തുടങ്ങി. എന്താ എന്റെ സൂര്യകാന്തി നീ ഇങ്ങനെ പറയുന്നത്? ഞാനൊരു സമാധാനശീലനായതാണോ നിന്റെ പ്രശ്നം? നിന്റെയും നമ്മുടെ മോളുടെയും കൂടെ അല്ലാതെ ഞാൻ ആരുടെ കൂടെയാണ് കിടക്കേണ്ടത്? എന്റെ പൊന്നു മോളല്ലേ, ഞാൻ ഈ ബെഡിന്റെ അറ്റത്ത് മിണ്ടാതെ കിടന്നോളാം. പ്ലീസ് ദയവായി എന്നെ പുറത്താക്കരുത്.
ദേ, എന്നോട് അധികം സംസാരിക്കാൻ വരണ്ട. മഹിയേട്ട ഈ മുറിയിൽ നിന്ന് പുറത്തു പോയില്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് എന്റെ മുത്തശ്ശിയുടെ മുറി പോയി കിടക്കും എന്നൊക്കെ അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ശരി, ഞാൻ ഇവിടെ കിടക്കുന്നില്ല. ഞാൻ എന്റെ മോൾക്കൊരു ഉമ്മയെങ്കിലും കൊടുത്തോട്ടെടി എന്നും പറഞ്ഞ് അവൻ കുഞ്ഞിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോൾ തന്നെ അവൾ കുഞ്ഞിനെ എടുത്ത് അവളുടെ മാറോട് ചേർത്ത് പിടിച്ചു. നിങ്ങൾ എന്റെ കുഞ്ഞിനെ തൊടണ്ട, അതിനുള്ള ഒരു അർഹത നിങ്ങൾക്കിപ്പോ ഇല്ല എന്നും പറഞ്ഞ് അവൾ അവനിൽ നിന്നും കുഞ്ഞിന്റെ മുഖം മറച്ചു പിടിച്ചു. അവൾ കുഞ്ഞിന്റെ മുഖം മറച്ചതും അവന്റെ മുഖത്ത് നിരാശ വിളയാടി. ഉള്ളിലെ സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുനീർ പുറത്തേക്ക് ഒഴുകാൻ അനുവദിക്കാതെ അവൻ ആ മുറിവിട്ട് പോയി. ജീവനതുള്ള സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നെ കൊണ്ട് വെറുപ്പിക്കുകയാണല്ലോ ഈ മനുഷ്യൻ എന്നൊക്കെ അവൻ പോയ വഴിയെ നോക്കി അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ രാത്രി അവൾക്ക് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സിലെ സങ്കടമെല്ലാം മൗനമായി അവൾ കരഞ്ഞു തീർത്തു. പിറ്റേ ദിവസം പുലർന്നതും അവൾ എഴുന്നേറ്റ് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. മുറിയുടെ എതിർവശത്തുള്ള സോഫയിൽ കമിഴ്ന്നു കിടക്കുകയാണ് മഹാദേവൻ. അപ്പോൾ അവനെ ഒന്ന് അവജ്ഞയോടെ നോക്കിയ ശേഷം അവൾ ചവിട്ടിത്തുള്ളി മുറിയിലേക്ക് തന്നെ പോയി. രാവിലെ തന്നെ നല്ല കണി എന്നൊക്കെ ചിന്തിച്ച് അവൾ അവളുടെ ഫോൺ എടുത്തു. ഫോണിലെ വാട്സപ്പ് ഗ്രൂപ്പിലെ മെസ്സേജുകൾ കണ്ട് അവൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. ഹോസ്പിറ്റലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ സച്ചിൻ 28 വയസ്സ് ആദരാഞ്ജലികൾ. ഈ വാർത്ത കണ്ടതും അവൾ ഞെട്ടിപ്പോയി. പെട്ടെന്ന് അവൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയെ ട്രെയിൻ തട്ടി മെയിൽ നഴ്സ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരു നിമിഷം അവളുടെ കാതിൽ മഹിയുടെ വാക്കുകൾ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു. എന്താണ് കാന്തി മാഡം, സച്ചിനെ ദൈവം ശിക്ഷിച്ചില്ലേ? പുറകിൽ നിന്നുള്ള അവന്റെ സംസാരം കേട്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഇതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ ചെയ്യേണ്ടതൊക്കെ മറ്റൊരു ശക്തി ചെയ്തോളൂ എന്നൊക്കെ ഒരു കള്ളച്ചിരിയോടെ അവൻ അവളോട് പറഞ്ഞു. അപ്പൊ എന്നെ ഇന്നലെ പറ്റിക്കുകയായിരുന്നല്ലേ? അവൾ അല്പം ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവന്റെ ഓർമ്മകൾ ഇന്നലത്തെ ദിവസത്തേക്ക് പോയി. ആഡംബരം നിറഞ്ഞ മഹിയുടെ കാറിൽ കൈയും കാലും ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ സച്ചിനെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. സോറി ഡോക്ടർ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. കാന്തിയോടുള്ള എന്റെ പ്രണയമാണ് എന്നെ കൊണ്ട് ഈ തെറ്റ് ചെയ്തത്, അവൻ യാചിച്ചുകൊണ്ട് പറഞ്ഞു. പ്രണയമോ? നിന്റെ അസുഖത്തിന് പവിത്രമായ പ്രണയം എന്ന വാക്കുപയോഗിച്ച് ആ വാക്കിന്റെ പവിത്രത നഷ്ടപ്പെടുത്തരുത്. നിന്റെ വികാരത്തിന് ഒറ്റ പേരേ ഉള്ളൂ, കാമം അല്ലെങ്കിൽ കഴപ്പ്. എടാ പുന്നാര മോനെ, നീ ഇല്ലാതാക്ക നോക്കിയത് പാമ്പങ്ങ തറവാട്ടിലെ മഹാദേവന്റെ ഭാര്യയും ഞങ്ങളുടെ രാജകുമാരിയുമാണ്. എന്നിട്ടും പോരാഞ്ഞിട്ട് നീ എന്റെ കാന്തിയെ കിഡ്നാപ്പും ചെയ്തു അല്ലേടാ? നിനക്കിനി ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല. നിനക്കിനി ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, മരിക്കുക. ഈ രാത്രി പുലരുന്നതിന് മുമ്പ് ഈ ലോകം വിട്ട് പോയിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് മഹാദേവൻ സച്ചിന്റെ ശരീരത്തിൽ ഒരു ഇഞ്ചക്ഷൻ കുത്തിവെച്ചു. നീ പേടിക്കേണ്ട മേൽ നഴ്സേ, ഇത് നീ മരിക്കാനുള്ള വിഷമൊന്നുമല്ല. നമ്മൾ സാധാരണ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന രോഗികൾക്ക് കൊടുക്കുന്ന ചെറിയൊരു ഇഞ്ചക്ഷൻ മാത്രമാണിത്. ഇനി കുറച്ചു സമയത്തേക്ക് നിനക്ക് കൈയും കാലും ഒന്നും അനങ്ങില്ല. കുറച്ചു സമയത്തേക്ക് മാത്രമല്ല, ഇനി ഒരിക്കലും നീ നിന്റെ കൈയും കാലും ഒന്നും അനക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മഹാദേവൻ ആർത്തു ചിരിച്ചു. മഹാദേവന്റെ കൂടെ വന്ന കറുത്ത വസ്ത്രധാരികളായ 4 പേർ വന്ന് സച്ചിനെ എടുത്ത് റെയിൽവേ പാളത്തിൽ കൊണ്ട് കിടത്തി. ട്രെയിൻ അകലിൽ നിന്ന് വരുന്നതിന്റെ ഇരമ്പൽ അപ്പോൾ സച്ചിനെ കേൾക്കാമായിരുന്നു. സച്ചിന്റെ മരണച്ചീട്ടുമായി കലിതുള്ളി വരുന്ന ട്രെയിനിന്റെ ശബ്ദം അവനെ ഭയപ്പെടുത്തി. ആ ശബ്ദം അടുത്തേക്ക് വരുന്തോറും സച്ചിൻ ഭയത്താൽ അലറി വിളിച്ച് കരയാൻ തുടങ്ങി. കാലിതുള്ളി വരുന്ന തിരമാലയെ പോലെ ആ ട്രെയിൻ സച്ചിന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി. അവന്റെ ശരീരം നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവയവങ്ങൾ പല സ്ഥലത്തായി നുറുങ്ങിപ്പോയി. സത്യം പറ മഹിയേട്ടാ, സച്ചിന്റെ മരണത്തിന് പിന്നിൽ നിങ്ങളുടെ കൈകളല്ലേ? ചിന്തയിൽ ആണ്ടിരുന്ന മഹിയോടായി അവൾ ചോദിച്ചു. എന്താ നീ ചോദിച്ചത്? സച്ചിന്റെ മരണത്തിന് പിന്നിൽ എന്റെ കൈകളാണോ എന്നോ? നോക്ക് കാന്തി, അവൻ അവന്റെ കൈകൾ നിവർത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ നിരപരാധിയാണ്. പിന്നെ സച്ചിൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ദൈവം അവന് കൊടുത്തു. തൽക്കാലം എന്റെ മോൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. അവൻ അവളെ നോക്കി ഒരു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെയും ദിവസങ്ങൾ ഓടി മറഞ്ഞു. ഇന്ന് പാമ്പുങ്ങൾ തറവാട്ടിൽ ഒരു ആഘോഷം നടക്കുകയാണ്. കുഞ്ഞിന്റെ നൂലുകെട്ട്. സന്തോഷത്തോടെ പ്രിയദർശൻ കുഞ്ഞിന്റെ ചെവിൽ മഹാലക്ഷ്മി എന്ന പേര് വിളിച്ചു. ഈ പാമ്പുങ്ങ തറവാടിന്റെ അഭിമാനമാണ്, ഐശ്വര്യമാണ് എന്റെ പേരക്കുഞ്ഞ് എന്ന് പറഞ്ഞ് അയാളെ കുഞ്ഞിന്റെ നെറുകെ ചുണ്ടുകൾ അമർത്തി. കുഞ്ഞിന്റെ ശരീരം പൊന്നുകൊണ്ട് മൂടി. ഗോപാലകൃഷ്ണനും ശോഭയും ആകാശം ദീപ്തിയും അഭിരാമിയും എല്ലാം വളരെ സന്തോഷത്തിൽ തന്നെയായിരുന്നു. അവരെല്ലാവരും മഞ്ജുവിനോട് ക്ഷമിക്കാൻ തയ്യാറായി. തന്റെ ഭാര്യയ്ക്ക് ഇത്രയും നാൾ കൊടുക്കാത്ത സ്നേഹം ഈ ജന്മം കൊണ്ട് കൊടുത്തു തീർക്കുമെന്ന് തീരുമാനിച്ച് സുദർശൻ മഞ്ജുവിനെ ചേർത്ത് പിടിച്ചു. അവൾ ചെയ്ത തെറ്റിന് താനും കാരണക്കാരനാണല്ലോ എന്ന കുറ്റബോധത്തോടു കൂടി. നാട്ടിലെ ജീവിതം വിരസമായി തോന്നിയപ്പോൾ പഠിക്കാനായി വേണി ന്യൂസിലാൻഡിലേക്ക് പോയി. തനിക്ക് പറ്റിയ ലെസ്ബിയൻ പാർട്ട്ണറെ കണ്ടെത്താൻ പറ്റിയ നാട് ന്യൂസിലൻഡ് ആണെന്ന് അവൾക്ക് തോന്നി. ഇന്ന് പ്രിയദർശൻ വളരെ സന്തോഷവാനാണ്. അയാളുടെ മനസ്സിൽ പഴയ പകയില്ല, ദേഷ്യമില്ല. എപ്പോഴും വീട്ടിൽ കളിച്ചിരികൾ മാത്രം. പേരക്കുഞ്ഞിനെ എടുത്ത് കഥകൾ പറഞ്ഞും പാട്ടുപാടിയും സമയം ചിലവഴിക്കലാണ് പ്രിയദർശന്റെ പ്രധാന ജോലി. ചെറിയൊരു പിണക്കം ഉണ്ടെങ്കിലും കാന്തി ഇപ്പോൾ മഹിയുടെ മാറോട് ചേർന്ന് കിടക്കുകയാണ്. മനസ്സിൽ അവനോട് കടലോളം സ്നേഹമുണ്ടെങ്കിലും അവനുമായി അടുക്കാൻ എന്തോ തടസ്സമുള്ളതുപോലെ. അവൾ അവനിൽ നിന്നും അല്പം അകൽച്ചയിലാണ്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും ഉറക്കത്തിലായിരുന്ന മഹിയും കാന്തിയും എഴുന്നേറ്റു. കുഞ്ഞിന് വിശക്കുന്നുണ്ടെന്നാ തോന്നുന്നത്.
എന്നും പറഞ്ഞ് ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് പുറത്ത് കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രിയദർശൻ. കുഞ്ഞുമോളെ, ദാ അമ്മ, വേഗം പാല് കുടിക്കും, എന്നിട്ട് മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും കൂടെ കിടക്കാം എന്ന് കുഞ്ഞിനോടായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം അയാൾ കുഞ്ഞിനെ കാന്തിക്ക് നൽകി. അവൾ കുഞ്ഞിനെ മഹിയുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തി. എന്ന് ഈ കുഞ്ഞിപ്പെണ്ണിന്റെ സ്വഭാവം ഇങ്ങനെയാണ്. രാത്രി പാല് കുടിക്കാൻ എത്ര പ്രാവശ്യമാ അവൾ എഴുന്നേൽക്കുന്നത്. എന്നാൽ എന്റെ അടുത്ത് കിടത്താനാണെങ്കിൽ നിന്റെ മുത്തച്ഛൻ സമ്മതിക്കുന്നുമില്ല. മുത്തച്ഛന് ഈ കാന്താരി ഇല്ലാതെ ഉറങ്ങാനും കഴിയില്ല എന്ന്. ഇപ്പൊ കഷ്ടപ്പാട് മുഴുവൻ എനിക്കാണ്. നീയും ശരിയാ, നിന്റെ അച്ഛനും ശരിയാ, നിന്റെ മുത്തച്ഛനും ശരിയാ. ഈ പാമ്പുങ്ക തറവാട്ടിൽ ജനിക്കുന്നവർക്കൊക്കെ ഒരേ സ്വഭാവമാണല്ലോ. അവൾ കുഞ്ഞിന് പാലൂട്ടുന്നതിനിടയിൽ അല്പം പരിഭവിച്ച് കുഞ്ഞിനോട് പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ട് മഹി ഉറക്കത്തിലും പുഞ്ചിരിച്ചു.